എൻ്റെ ബിഗോണിയ ഇത്രയും വളർന്നിട്ടുണ്ട്. ചെറിയ 2 തണ്ടുകൾ ഞാൻ കൊണ്ടുവച്ചതായിരുന്നേ. ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ടെറസിലായിരുന്നു വെച്ചിരുന്നത്. പിന്നെ താഴെ എടുത്ത് വെച്ച്. അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ബോൾസിയൊക്കെ ഇത്രയും വളർന്നിട്ടുണ്ട്. ഒരു ചട്ടിയിൽ തന്നെ കുറേ ബോൾസ് നിൽക്കുന്നില്ലേ. നമ്മൾ വിത്ത് പാകിയതാണ്. അതെല്ലാം നമുക്കിന്ന് റിപ്പോർട്ട് ചെയ്യണം. കുറേ വളർന്നിട്ടുണ്ട്. നമ്മളെവിടെ പോയാലും ആട്ടുകുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടല്ലോ. ഒരു കുറച്ച് നേരം അവിടെ വന്ന് കിടന്ന് പിന്നെ അവിടെ ഓരോ പരിപാടിയായിട്ട് നിൽക്കുക. കുറച്ച് നേരം കിടക്കും, പിന്നെ ഓടിക്കളിക്കും. അതൊക്കെയാണ് അവരുടെ പരിപാടി. ഇന്ന് അവരുടെ കൂട്ടിന് ചക്കുവും കൂടെ വന്നിട്ടുണ്ട്. ഫുൾ ടൈം ഉറക്കമാണ്. മഴയായാൽ പിന്നെ പറയണ്ട, ഭയങ്കര ഉറക്കമാണ്. അന്ന് ഞാൻ ബക്കറ്റിലെടുത്ത് വെച്ചിരുന്ന മണ്ണാണ് ഇത്. മഴ സമയത്തൊക്കെ നമുക്ക് ചെടികളെ നടാനുണ്ടെങ്കിൽ ഇങ്ങനെ നേരത്തെ മണ്ണെടുത്ത് വെച്ചേക്കുന്നേ നല്ലതായിരിക്കും. ചട്ടിയിൽ ബോൾസും എല്ലാം കൂടെ തിങ്ങി ഞെരുങ്ങി നിൽക്കുവന്നേ. അതുകൊണ്ട് നമുക്ക് മെലസ്റ്റോമ ഇപ്പം കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വലുതായ ചെടികളെല്ലാം ഞാൻ മാറ്റി വെച്ച് അത് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് സീനിക നിൽപ്പുണ്ട്. അതിലൊരെണ്ണം വലുതായിട്ടുണ്ട്. അതുകൂടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണേ. തീരെ ചെറിയ ബോൾസും കൂടെ ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പല കളർ റോസാക്കമ്പാണ്. എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം ഇനി റിപ്പോർട്ട് ചെയ്യണം. ഫൈനലി നമ്മൾ ഇത്രയും ചെടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർ ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ശരി, പിന്നെ കാണാം.